അമുസ്ലിങ്ങളെ നിയമിക്കുന്നതിൽ ഹൈക്കോടതി നിലപാട് അറിയിച്ച സർക്കാർ അമുസ്ലിങ്ങളെ നിയമിക്കുന്നതിൽ തീരുമാനം സുപ്രീം കോടതി വിധിക്ക് ശേഷമെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. ബോർഡിലെ ഒഴിവ് ആദ്യം നികത്തിക്കൂടെ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നത് സർക്കാരിന് അധികാരമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എം കെ ഷുക്കൂർ വിവരങ്ങൾ നൽകും. ഷുക്കൂർ, സർക്കാരിന്റെ വാദം കോടതി അംഗീകരിക്കുകയാണോ ചെയ്തത്? ജിംസ്, ഈ കേസ് ഇന്ന് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് പരിഗണിച്ചത്. ഹൈക്കോടതിയിൽ നിന്ന് സർക്കാർ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ആദ്യം ഈ വഖഫ് ബോർഡ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കേരളത്തിലെ വിവിധ മുസ്ലിം വിഭാഗങ്ങളുടെ, അതായത് ഷിയ, ബോറ, ആഗാ ഖാനി തുടങ്ങിയ വിഭാഗങ്ങളുടെ കണക്കെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ കണക്കെടുപ്പ് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ പുനഃസംഘടന എന്ന കാര്യത്തിലേക്ക് നീങ്ങാൻ കഴിയൂ. അതുകൊണ്ട് അതിന് സർക്കാരിനെ അനുവദിക്കണം. അതുകൊണ്ട് ഈ ഹർജി തള്ളിക്കളയണം എന്ന വാദമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിച്ചത്. ചീഫ് ജസ്റ്റിസിന് മുന്നേ അപ്പോൾ വാദിഭാഗം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം രണ്ട് അമുസ്ലിം അംഗങ്ങളുടെ നിയമനം അടക്കമുള്ള കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ ചീഫ് ജസ്റ്റിസ് ഇടപെട്ട് പറഞ്ഞത് അത് സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത്, അത് അവർക്ക് വിടുന്നു. ഈ ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാം, അവർ ചെയ്യട്ടെ എന്നൊരു നിലപാടാണ് ചീഫ് ജസ്റ്റിസ് സ്വീകരിച്ചത്. എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വാദങ്ങളിലേക്ക് നീണ്ടില്ല. പിന്നീട് 4 ആഴ്ചയ്ക്ക് ശേഷം വിധി പറയാനായി ഈ കേസ് മാറ്റിവെച്ചു. ശരി, മുഹമ്മദ് അസ്ലം കൂടി ചേരുന്നു തിരുവനന്തപുരത്ത്. അസ്ലം, സർക്കാരിന്റെ പ്ലാൻ എന്താണ് ഇക്കാര്യം? വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ നിയമിക്കുന്നതിൽ ഹൈക്കോടതിയെ നിലപാട് അറിയിച്ചിരിക്കുകയാണ് സർക്കാർ. അമുസ്ലിം നിയമനം സുപ്രീം കോടതി വിധിക്ക് ശേഷം മതിയെന്നാണ് സർക്കാർ ഹൈക്കോടതി അറിയിച്ച നിലപാട്. ബോർഡിലെ ഒഴിവ് ആദ്യം നികത്തിക്കൂടെ എന്ന് സർക്കാരിനോട് വാദത്തിനിടെ ഹൈക്കോടതി ചോദിച്ചു. ബോർഡ് പുനഃസംഘടിപ്പിക്കുന്ന സർക്കാരിന്റെ അധികാരമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സർക്കാർ സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ ആദ്യം പുറത്തുവിട്ടത് മീഡിയ 1 ആയിരുന്നു. ഷുക്കൂർ, ഈ വാദത്തിനിടയിൽ ഈ സർക്കാരിന്റെ ഈ വാദം കോടതി വാക്കാൽ അംഗീകരിച്ചോ അതല്ല എതിർക്കുകയാണോ ചെയ്തത്? സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചിട്ടുണ്ട്. അതിലെ വിശദാംശങ്ങളാണ് ജി കോടതിയിൽ പറഞ്ഞത്. അതിൽ പ്രധാനമായി ഉന്നയിച്ച കാര്യം ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിരവധി ഹർജികളുണ്ട്. അതിൻ്റെ ഈ കേസിൻ്റെ ഈ വഖഫ് നിയമ ഭേദഗതിയുടെ അടിത്തറ തന്നെ ചോദ്യം ചെയ്യുന്ന ഹർജികളാണത്. ആ ഹർജികളുമായി നേരിട്ട് തന്നെ ബന്ധമുള്ള കാര്യമാണ് കേരള ഹൈക്കോടതി ഇപ്പോൾ പരിഗണിക്കുന്ന കേസുകൾ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുനഃസംഘടന എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിൽ ഇപ്പോൾ ഹർജിക്കാർ ആവശ്യപ്പെട്ടതുപോലെ 2 മുസ്ലിങ്ങളെ നിയമിക്കണം. ഒപ്പം തന്നെ ഇതിലെ ചിലർക്ക് നിലവിൽ തന്നെ രൂപീകരിച്ച വഖഫ് ബോർഡിലെ ചില അംഗങ്ങൾക്ക് യഥാവിധത്തിലുള്ള യോഗ്യതയില്ല. അതായത് മതപണ്ഡിതരുടെ വിഭാഗത്തിൽ നിന്ന് വന്ന ആൾക്ക് മതപാണ്ഡിത്യമില്ല. രണ്ടാമത്തേത് മുത്തവല്ലിമാരുടെ കോട്ടയിൽ വന്ന ആളുകൾക്ക് മുത്തവല്ലി എന്ന യോഗ്യതയില്ല തുടങ്ങിയതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. അതുകൊണ്ട് ഈ വഖഫ് ബോർഡ് പിരിച്ചുവിടണം എന്ന ആവശ്യമുണ്ട്. ഒപ്പം തന്നെ ഈ വഖഫ് ബോർഡിലെ 2 അമുസ്ലിം അംഗങ്ങളെ ചേർക്കണം എന്ന ആവശ്യമുണ്ട്. ഇതെല്ലാമാണ് കോടതിയുടെ പരിഗണനയുള്ള വിഷയം. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അഫിഡവിറ്റാണ് ഇന്നലെ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ആ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഈ കേസിൻ്റെ അടിത്തറ തന്നെ ചോദ്യം ചെയ്യുന്ന ഹർജികൾ സുപ്രീം കോടതിയിലുള്ളതിനാൽ സംസ്ഥാന സർക്കാരിന് സംസ്ഥാനത്തെ മുസ്ലിംകളുടെ വിവിധ വിഭാഗങ്ങൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷിയ വിഭാഗങ്ങൾ, ആഗാ ഖാനി, അതുപോലെ തന്നെ ബോറ മുസ്ലിങ്ങൾ, ഇത്തരം വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എത്രത്തോളം സംസ്ഥാനത്തുണ്ട്, അവരുടെ നമ്പർ എത്രത്തോളം സംസ്ഥാനത്തുണ്ട് എന്ന് കണക്കെടുത്താൽ മാത്രമേ അവരുടെ പ്രാതിനിധ്യം സംബന്ധിച്ച തീരുമാനമെടുക്കാൻ കഴിയൂ. അതിന് സംസ്ഥാന സർക്കാർ തയ്യാറാണ്. ഒപ്പം തന്നെ അത് കഴിഞ്ഞ് മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങാനാകൂ തുടങ്ങിയ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള അവകാശത്തെ പൂർണ്ണമായും വകവെച്ചു കൊടുക്കുന്ന നിലപാടാണ് ചീഫ് ജസ്റ്റിസ് സ്വീകരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ഈ വകുപ്പ് ഇതിനകത്ത് നിലവിലുള്ള ഇത് വേണം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം, അതൊരു തരത്തിൽ പുനഃസംഘടനയാണ്, അത്തരം കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ തന്നെയാണ് ചെയ്യേണ്ടത്, അക്കാര്യത്തിൽ കോടതിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ഈ കാര്യം തന്നെയാണ് കഴിഞ്ഞ തവണയും ഈ കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. സംസ്ഥാന സർക്കാർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പുനഃസംഘടിപ്പിക്കുകയോ മറ്റോ നിയമപ്രകാരം ചെയ്യട്ടെ, അക്കാര്യത്തിൽ ഇപ്പോൾ തങ്ങളൊന്നും പറയുന്നില്ല എന്ന് തന്നെയാണ് കോടതി നേരത്തെയും പറഞ്ഞിരുന്നത്. അക്കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞത്. എന്തായാലും ഇതിൻ്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായ സംഭവം ഇപ്പോഴും കോടതിയിൽ വന്നിട്ടില്ല. സംസ്ഥാന സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങൾ ഇനിയും
ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. മറിച്ച് ഇതിൻ്റെ നിയമവശങ്ങളാണ്, അതായത് നിലവിൽ സംസ്ഥാന സർക്കാർ നേരത്തെ കാണിച്ച ഒരു ആവേശം ഇപ്പോൾ കാണിക്കുന്നില്ല. മറിച്ച് കുറച്ചുകൂടി നിയമവിധേയമായി വിവാദങ്ങൾ ഒഴിവാക്കി എങ്ങനെ പുനഃസംഘടിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ സമീപനം കോടതിയിൽ ഉണ്ടായത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ നിലവിലുള്ള വഖഫ് നിയമ ഭേദഗതിയുടെ അടിത്തറ തന്നെ ചോദ്യം ചെയ്യുന്ന ഹർജികൾ സുപ്രീം കോടതിയിലുള്ളതിനാൽ, ഒപ്പം തന്നെ സംസ്ഥാനത്തെ മുസ്ലിംകളുടെ വിവിധ വിഭാഗങ്ങളുടെ എണ്ണം സംബന്ധിച്ച കണക്കെടുപ്പ് പൂർത്തിയാക്കാത്തതിനാൽ അതിനുള്ള സമയം അനുവദിക്കണം. അതിനുശേഷം സംസ്ഥാന സർക്കാർ പുനഃസംഘടിപ്പിക്കാം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട്.